Let us consider some interesting examples of uncertainty principle. One example given in the book is example 3.6. A measurement established the position of proton with an accuracy plus or minus 10 power minus 11 meters. The question is to find the uncertainty in the proton's position after 1 second. Assume V is much less than C. So ഇവിടെ t equal to 0 സെക്കൻഡിൽ ഒരു ഇൻസ്റ്റൻറ്റിൽ പ്രോട്ടോണിൻ്റെ പൊസിഷൻ മെഷർ ചെയ്യുകയാണ്. അപ്പോൾ പ്രോട്ടോണിൻ്റെ പൊസിഷൻ മെഷർ ചെയ്യുമ്പോൾ വരുന്ന അൺസർട്ടനിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ആക്യുറസി എന്ന് പറഞ്ഞാൽ ഇത്രയും ആക്യുറേറ്റ് ആയിട്ടാണ് 1 × 10⁻11 മീറ്റർ ആക്യുറേറ്റ് ആയിട്ട് പ്രോട്ടോണിൻ്റെ പൊസിഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു 1 സെക്കൻഡ് കഴിഞ്ഞ് ആഫ്റ്റർ 1 സെക്കൻഡ് വാട്ട് ഈസ് ദി അൺസർട്ടനിറ്റി ഇൻ ഇറ്റ്സ് പൊസിഷൻ. സോ ഈ എക്സാമ്പിൾ ബേസിക്കലി കാണുന്നത് എങ്ങനെയാണ് അൺസർട്ടനിറ്റി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുള്ളതാണ്. സോ അപ്പോൾ അൺസർട്ടനിറ്റി ഇൻ ദ മെഷർമെൻറ്റ് ഓഫ് പൊസിഷൻ ഡെൽറ്റ എക്സ്. അപ്പോൾ ഇനീഷ്യൽ അൺസർട്ടനിറ്റി ഞാൻ ഡെൽറ്റ എക്സ് നോട്ട് എന്ന് വിളിക്കുകയാണ്. ഡെൽറ്റ എക്സ് നോട്ട് ഈസ് ഗിവൺ. നൗ വി ക്യാൻ ഫൈൻഡ് ദി അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ ഡെൽറ്റ പി is equal to greater than or is equal to h cut by 2 delta x naught. Uncertainty principle യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ പിക്കുള്ള എക്സ്പ്രഷൻ എഴുതാം. Now since V is much less than C, non-relativistic case ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. So we can write delta P is equal to delta mv. അപ്പോൾ റിലേറ്റിവിസ്റ്റിക് മൊമെൻ്റ് എടുക്കേണ്ട കാര്യമില്ല. മൊമെൻറ്റത്തിന് ക്ലാസിക്കൽ മൊമെൻറ്റം ന്യൂട്ടൺ മെക്കാനിക്സിൽ പറയുന്ന മൊമെൻറ്റം P is equal to mv എന്ന് എഴുതാം. സോ ഹിയർ ദിസ് ഇസ് ഈക്വൽ ടു നോൺ റിലേറ്റിവിസ്റ്റിക് കേസ് ആയതുകൊണ്ട് മാസിന് വേരിയേഷൻ വരുന്നില്ല. മാസ് കോൺസ്റ്റൻ്റ് ആണ് ഡെൽറ്റ വി എം ഡെൽറ്റ വി. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡെൽറ്റ വിക്ക് ഒരു അൺസർട്ടനിറ്റി ഇൻ ദി വെലോസിറ്റി delta v, delta p is equal to m delta v. So delta v is equal to delta v greater than or is equal to delta p is given by delta v is given by delta v is equal to delta p by m. Delta v is equal to delta p by m. This is greater than or is equal to what is delta p? Delta p is h cut by 2 delta x0. Then divided by m means 2m delta x0. So നമുക്ക് വളരെ ഈസി ആയിട്ട് വെലോസിറ്റിയിലുള്ള അൺസർട്ടനിറ്റി പൊസിഷണൽ അൺസർട്ടനിറ്റി ഉണ്ടെങ്കിൽ മൊമെൻറ്റത്തിൽ അൺസർട്ടനിറ്റി ഉണ്ടാവും. മൊമെൻറ്റത്തിൽ അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ മാസ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അത് വെലോസിറ്റിയിലെ അൺസർട്ടനിറ്റിയാണ്. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റിയുടെ അൺസർട്ടനിറ്റി കിട്ടി. അങ്ങനെയാണെങ്കിൽ ആഫ്റ്റർ 1 സെക്കൻഡ് എന്തായിരിക്കും അതിൻ്റെ പൊസിഷൻ? വീണ്ടും നമുക്ക് പൊസിഷൻ വർക്കൗട്ട് ചെയ്യാം. ആഫ്റ്റർ 1 സെക്കൻഡ്സ് പ്രോട്ടോൺ ഒരു എക്സ് ഡിസ്റ്റൻസ് കവർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവിടെ വരുന്ന പൊസിഷൻ്റെ അൺസർട്ടനിറ്റി ഡെൽറ്റ എക്സ് ഡിസ്റ്റൻസ് ഈസ് ഗിവൺ ബൈ ടൈം ടേക്കൺ ഇൻറ്റു വെലോസിറ്റി. സോ അൺസർട്ടനിറ്റി ഇൻ ദ ന്യൂ പൊസിഷൻ ഈസ് ഗിവൺ ബൈ ടൈം ടേക്കൺ ഇൻറ്റു അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി. സോ ദിസ് ഷുഡ് ബി അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത് ദിസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഇസ് ഈക്വൽ ടു ടി ഇൻറ്റു ഡെൽറ്റ വിക്ക് എച്ച് കട്ട് ബൈ 2m delta x0. ഈ വാല്യൂസൊക്കെ ടി എച്ച് കട്ട് ടി 1 സെക്കൻഡ് ആണ്. എച്ച് കട്ട് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് എച്ച് ഡിവൈഡഡ് ബൈ 2m പ്രോട്ടോൺ ആണെന്ന് തോന്നുന്നുണ്ട്. പ്രോട്ടോണിൻ്റെ മാസ് ഡെൽറ്റ x0 ഇനീഷ്യൽ അൺസർട്ടനിറ്റി. ഇതൊക്കെ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ സി ദിസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഇസ് ഈക്വൽ ടു 3.15 into 10 power 3 meters. That means this is of the order of 3 kilometers, 3.15 kilometers. സോ സി ഇനീഷ്യലി ആ പ്രോട്ടോണിൻ്റെ പൊസിഷൻ നമുക്ക് ഇത്രയും ആക്യുറേറ്റ് 10⁻11 മീറ്റർ ആക്യുറേറ്റ് ആയിട്ട് അത്രയും കൃത്യമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയായിരുന്നു. പക്ഷേ അതിൽ ഫൈനൈറ്റ് അൺസർട്ടനിറ്റി ഉണ്ട്, ഇത്രയും അൺസർട്ടനിറ്റി ഉണ്ട്. ആ അൺസർട്ടനിറ്റി 1 സെക്കൻഡ് കൊണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത് നമ്മൾ 1 സെക്കൻഡ് കഴിഞ്ഞ് ആ പ്രോട്ടോണിനെ നോക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ 3 കിലോമീറ്ററിൽ എവിടെയാണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയും അങ്ങനെയാണ് അൺസർട്ടനിറ്റി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ന്യൂട്ടോണിയൻ മെക്കാനിക്സിൽ നമുക്കതിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ, ഫോർ എക്സാമ്പിൾ ഒരു പ്രൊജക്ടൈലാണെങ്കിൽ ആ പ്രൊജക്ടൈൽ ലോഞ്ച് ചെയ്യുന്ന ആംഗിളും അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റിയും അറിയാമെങ്കിൽ ഏത് ഇൻസ്റ്റൻറ്റിലും നമുക്കതിൻ്റെ ടൈം കൃത്യമായിട്ട് അറിയാമായിരുന്നു. അതല്ലെങ്കിൽ ഞാനൊരു പെൻ വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി അതിൻ്റെ ഡയറക്ഷനും എല്ലാം അറിയാമെങ്കിൽ അതിൻ്റെ മാസ് കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ അത് എവിടെ ചെന്ന് വീഴുന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാം. അപ്പോൾ ന്യൂട്ടോണിയൻ മെക്കാനിക്സിൽ ആ പ്രെഡിക്റ്റ് ചെയ്യാനുള്ള ഒരു കാര്യമാണ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഇൻഹറൻ്റ് ആയിട്ട് വരുന്ന പ്രോപ്പർട്ടി ആയിട്ട് വരുന്നത്. നമ്മളിവിടെ പറയുന്നത് തന്നെ പ്രോബബിലിറ്റിയാണ്. കൃത്യമായിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല എവിടെയാണ് കൂടുതൽ പ്രോബബിൾ. വേവ് ഫംഗ്ഷൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഓൾറെഡി പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു.
ഒരു പർട്ടിക്കുലറിനോട് അസോസിയേറ്റ് ചെയ്യുന്ന വേവ് ഗ്രൂപ്പ് അതിൻ്റെ പ്രോബബിലിറ്റി മാക്സിമം വരുന്നത് അത് ഇരിക്കുന്ന അതിൻ്റെ ആ പോയിന്റിൽ തന്നെയാണ്, ആ ഒബ്ജക്റ്റിൻ്റെ പോയിന്റിൽ തന്നെ. പക്ഷേ പ്രോബബിലിറ്റി അപ്പുറത്തും ഇപ്പുറത്തും 0 അല്ല, അത് ഗ്രാജുവലി ഡിക്രീസ് ചെയ്യുന്നുണ്ട് ഇൻഫിനിറ്റിയിലേക്ക് പോകും തോറും. പക്ഷേ അവിടെയും പ്രോബബിലിറ്റി ഉണ്ട്. അപ്പോൾ ഒരു അൺസർട്ടനിറ്റി ഇവിടെ വരുന്നുണ്ട്. പക്ഷേ അത് നോക്കുക, ഇത്രയും ആണ് അതിൻ്റെ അൺസർട്ടനിറ്റി വരുന്നത്. ഇനീഷ്യലി 10⁻⁻11 മീറ്റർ നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ 1 സെക്കൻഡ് കൊണ്ട് അൺസർട്ടനിറ്റി 3 കിലോമീറ്റർ ആയിട്ട് വന്നു. സോ വി കനോട്ട് നോ ദ ഫ്യൂച്ചർ ബിക്കോസ് വി കനോട്ട് നോ ദി പ്രസൻറ്റ്. ന്യൂട്ടോണിയൻ മെക്കാനിക്സിൽ പറയുന്നത് നമുക്ക് പ്രസൻറ്റ് എന്താണെന്ന് അറിയാമെങ്കിൽ, അതിൻ്റെ പൊസിഷനും വെലോസിറ്റിയും അറിയാമെങ്കിൽ ഫ്യൂച്ചർ പ്രിഡിക്റ്റ് ചെയ്യാമെന്നാണ് ന്യൂട്ടോണിയൻ മെക്കാനിക്സിൽ പറയുന്നത്. പക്ഷേ ക്വാണ്ടം മെക്കാനിക്സിൽ നമുക്കങ്ങനെ ഒരു കാര്യം കൃത്യമായിട്ട് പറയാൻ പറ്റില്ല, പ്രോബബിലിറ്റി മാത്രമേ പറയാൻ പറ്റുള്ളൂ. Second example is example 3.9. This is example 3.9. The average time period elapses between the excitation of an atom and the time it relaxes. At the time it radiates is 1 × 10⁻⁻8 seconds. Find the inherent uncertainty in the frequency delta nu. ഒരു ആറ്റോമിക് എക്സൈറ്റേഷനാണ്. ആറ്റോമിക് എക്സൈറ്റേഷൻ, ഡി എക്സൈറ്റേഷൻ, അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ അടുത്ത യൂണിറ്റിൽ കാണും. എന്നാലും സിമ്പിളായിട്ട് ഇത്രയും മനസ്സിലാക്കുക. ഒരു ആറ്റത്തിൻ്റെ ഒരു ലെവലിൽ നിന്ന് ഒരു ഇലക്ട്രോൺ ഒരു ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് എക്സൈറ്റ് ചെയ്തത് ഡി എക്സൈറ്റ് ചെയ്യുന്നു. ആ ഡി എക്സൈറ്റ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഡിഫറൻസ് ആയിട്ട് വരുന്ന എനർജി നമുക്ക് ലൈറ്റായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഇനി ഇവിടെ പറയുന്നത് ഇത് എക്സൈറ്റ് ചെയ്ത് ഡി എക്സൈറ്റ് ചെയ്യാനെടുക്കുന്ന ടൈം, അതിൻ്റെ ആവറേജ് ടൈം എന്നാണ് നമ്മൾ പറയുന്നത്, ഇതിൽ തന്നിരിക്കുന്നത്. ആവറേജ് ടൈം എന്ന് പറഞ്ഞാൽ എല്ലാ ആറ്റവും ഒരേ ടൈമല്ല എടുക്കുക. ഒരു 1 സെക്കൻഡ്, ഒരു ആറ്റം 1 സെക്കൻഡ് എടുത്തു, അടുത്ത ആറ്റം ചിലപ്പോൾ 1.5 ആയിരിക്കും, അടുത്ത ആറ്റം ചിലപ്പോൾ 0.9 ആയിരിക്കും, 0.7 ആയിരിക്കും. അപ്പോൾ എല്ലാ ആറ്റവും ഒരേ ടൈമല്ല എടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു ആവറേജ് ടൈമിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. കൂടുതൽ ആറ്റംസ് ഉണ്ടെങ്കിൽ, ആറ്റംസ് ഉള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ പല ആറ്റംസ് പല ടൈമിലായിരിക്കും അത് എക്സൈറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ആവറേജ് ടൈമിനെ കുറിച്ച് മാത്രമേ നമ്മൾ പറയാൻ പറ്റുള്ളൂ. സോ ഈ ആവറേജ് ടൈം എന്ന് പറയുമ്പോൾ തന്നെ അതെന്താണ്, അൺസർട്ടനിറ്റിയാണ്. ടൈമിൽ എപ്പോൾ എക്സൈറ്റ് ചെയ്യുന്നുള്ളതിന്, എത്ര സമയം എടുക്കും എക്സൈറ്റ് ചെയ്യുന്നുള്ളതിന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അൺസർട്ടനിറ്റിയാണ്. സോ ദിസ് ഈസ് ഡെൽറ്റ ടി. ദിസ് ഇസ് നത്തിങ് ബട്ട് ആവറേജ് ടൈം മീൻസ് ഡെൽറ്റ ടി ഇറ്റ് സെൽഫ്. അങ്ങനെ ആവറേജ് ടൈം മീൻസ് ഡെൽറ്റ ടി ഈസ് നോട്ട് പ്രിസൈസ്. എത്ര സമയം എടുക്കുന്നുള്ള കാര്യം പ്രിസൈസ് അല്ല, അതിലൊരു അൺസർട്ടനിറ്റി ഉണ്ട്. അൺസർട്ടനിറ്റിയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, നൗ നമുക്ക് ഫ്രീക്വൻസിയാണ് വേണ്ടത്. ഫ്രീക്വൻസി കിട്ടാനായിട്ട് നമുക്ക് ക്വാണ്ടം റിലേഷൻ E = hν എന്നുള്ള ഒരു റിലേഷൻ ഉണ്ട്. സോ ഡെൽറ്റ E = h ഡെൽറ്റ ന്യൂ. അപ്പോൾ അതിൽ നിന്ന് ഡെൽറ്റ ന്യൂ ആണ് നമുക്ക് വേണ്ടത്, ഡെൽറ്റ E. അപ്പോൾ എനർജി ടൈം അൺസർട്ടനിറ്റി റിലേഷൻ നമുക്ക് ഉപയോഗിക്കാം. എനർജി ടൈം അൺസർട്ടനിറ്റി റിലേഷൻ ഉപയോഗിച്ചിട്ട് ഡെൽറ്റ E ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു h/2 ഡെൽറ്റ ടി. സോ ദെൻ ഡെൽറ്റ ന്യൂ ആണ് നമുക്ക് വേണ്ട അൺസർട്ടനിറ്റി ഇൻ ഈ എനർജിക്ക് ഈ എനർജിയുടെ അൺസർട്ടനിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസിയുടെ അൺസർട്ടനിറ്റി ഡെൽറ്റ ന്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ E/h². ഡെൽറ്റ E/h². ഇത് കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഡെൽറ്റ ടി ഈസ് ഗിവൺ, h² കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യണം. യു ക്യാൻ സി ഇറ്റ് ഈസ് ഓഫ് ദ ഓർഡർ ഓഫ് 8 × 10⁻6 ഹെർട്സ്. സോ വാട്ട് ഈസ് ഇറ്റ് മീൻസ്? ഒരു ആറ്റം ഇതിൻ്റെ എനർജി ലെവൽസ് ഫിക്സ്ഡ് ആണ്. ഇത് E1 ഇത് E2 ആണെങ്കിൽ ഇത് ഇവിടെ ഉള്ള എനർജിയുടെ ഡിഫറൻസ് ഡെൽറ്റ E എന്ന് പറയുന്നത് ഡെൽറ്റ E ഈസ് ഈക്വൽ ടു E2 - E1 ആണ്. അപ്പോൾ E2 - E1 ആണ് ഇവിടെ നിന്ന് റിലീസ് ചെയ്യുന്ന എനർജി. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു ഫ്രീക്വൻസിയാണ് നമ്മളിവിടെ ഒരു ആറ്റം ഡി എക്സൈറ്റ് ചെയ്യുമ്പോൾ കാണുന്നത്. അതാണ് നമ്മൾ കാണേണ്ടി വരുന്നത്. പക്ഷേ ഈ ഡെൽറ്റ ഇക്ക് തന്നെ ഒരു അൺസർട്ടനിറ്റി വരികയാണ്. എനർജി ലെവലിൽ തന്നെ, അല്ലെങ്കിൽ ഈ ഡിഫറൻസിന് തന്നെ ഒരു അൺസർട്ടനിറ്റി വരികയാണ്. അതിന് അൺസർട്ടനിറ്റി ഉണ്ടെങ്കിൽ എന്തുണ്ടാവും? ഫ്രീക്വൻസിക്ക് ഒരു അൺസർട്ടനിറ്റി ഉണ്ടാവും. ഫ്രീക്വൻസിക്ക് അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ ഐഡിയലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സിംഗിൾ ഫ്രീക്വൻസിയാണ്. ഈ എനർജിക്ക് ഈ ക്വാണ്ടം റിലേഷൻ വെച്ച് തരുന്ന ഒരു സിംഗിൾ ഫ്രീക്വൻസിയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ ഇത്രയും അൺസർട്ടനിറ്റി അതിൽ ഫ്രീക്വൻസിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഒരു ഫ്രീക്വൻസി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ലൈൻ ആണ്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി ന്യൂ എന്ന് പറഞ്ഞ ഫ്രീക്വൻസിയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ അതിന് പകരം നമ്മൾ കാണുന്നത് ഇങ്ങനെ സ്പ്രെഡായിട്ടിരിക്കുന്ന ഒരു ഫ്രീക്വൻസി ആയിരിക്കും, അല്ലെങ്കിൽ സ്പെക്ട്രൽ ബ്രോഡനിങ് എന്ന് പറയും. ഒരു ഡെൽറ്റ ന്യൂ ബ്രോഡൻ ആയിട്ടാണ് അതിരിക്കുക. ഷാർപ്പായിട്ട് ഒരു ലൈനായിട്ട് നമുക്കതിനെ കാണാൻ പറ്റില്ല. നമ്മൾ സ്പെക്ട്രോമീറ്ററൊക്കെ ചെയ്യുമ്പോൾ ഒരു ലൈൻസ് കാണുന്നുണ്ട്. അപ്പോൾ ഒരു കളറിന് അല്ലെങ്കിൽ ഒരു സോഡിയം പേപ്പർ ലാമ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഒറ്റ ലൈനാണ്, അല്ലെങ്കിൽ സോഡിയം പേപ്പർ ലാമ്പിന് 2 ലൈനാണ്. അപ്പോൾ ആ ഒരു വേവ് ലെങ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒറ്റ ലൈനാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ അതിന് പകരം ബ്രോഡനായിട്ട് ഒരു ഫൈനൈറ്റ് ബ്രോഡനിങ് അതിനുണ്ടാവും. പല രീതിയിലുള്ള ബ്രോഡനിങ് ഉണ്ട്. പക്ഷേ ഈ കോണ്ടസ്റ്റിൽ നമ്മൾ പറയുന്ന അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ കാരണം കൊണ്ട് തന്നെ അതിൻ്റെ ഒരു സ്പെക്ട്രൽ ബ്രോഡനിങ് ഉണ്ട്. അതർവൈസ് തിയററ്റിക്കലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ലൈനാണ്, പക്ഷേ നമുക്കൊരു ബ്രോഡനിങ് കിട്ടും.
പക്ഷേ ഈ ബ്രോഡനിങ് മെഷർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം ഒരു ഡോപ്ലർ ബ്രോഡനിങ് എന്ന് പറഞ്ഞ ഒരു ഇഫക്റ്റും കൂടെ വരും. കാരണം ഒരു മെർക്കുറി ലാമ്പിൽ അല്ലെങ്കിൽ സോഡിയം വേപ്പർ ലാമ്പിലെ ആറ്റംസ് റെസ്റ്റിലല്ല, അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഒരു ഡോപ്ലർ ഇഫക്റ്റ് ഉണ്ടാവും. ഫ്രീക്വൻസി ചിലപ്പോൾ ഈ ഡയറക്ഷനിൽ വരികയാണെങ്കിൽ, നമ്മൾ നോക്കുന്ന ഡയറക്ഷനിൽ വരികയാണെങ്കിൽ ഫ്രീക്വൻസി കൂടും, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ ഫ്രീക്വൻസി കുറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡോപ്ലർ ബ്രോഡനിങ് ഉണ്ടാവും. അപ്പോൾ ഈ ഡോപ്ലർ ബ്രോഡനിങ് വെച്ച് നോക്കുമ്പോൾ അൺസർട്ടനിറ്റി റിലേഷൻ വരുന്ന ബ്രോഡനിങ് വളരെ കുറവാണ്. അതുകൊണ്ട് ഡോപ്ലർ ബ്രോഡനിങ് ആയിരിക്കും ഡോമിനേറ്റ് ചെയ്യുന്നത്. അതില്ലാതെ എല്ലാ അറ്റത്തിനും പിടിച്ച് റെസ്റ്റിൽ പിടിച്ച് നിർത്തുകയാണെങ്കിൽ നമുക്ക് ഒരുപക്ഷെ അൺസർട്ടനിറ്റി ബ്രോഡനിങ് കാണാൻ പറ്റുമായിരിക്കും, പക്ഷേ പ്രാക്ടിക്കലി അത് കാണുന്നില്ല. സോ ദീസ് ആർ some good examples of working of uncertainty principle.